ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇപ്പൊ ചോദിച്ചിട്ടുള്ള മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HCF ആൻഡ് LCM ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും കൺഫ്യൂഷൻ വരും. ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുകളല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ടെക്നീഷ്യൻ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോന്ന്. നമ്മൾ മുന്നേ ചെയ്ത ALPയുടെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പാറ്റേൺ തന്നെ ആയിരുന്നു ടെക്നീഷ്യൻ എക്സാമിനും ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 2നും JEEക്കും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി വരുന്ന ഗ്രൂപ്പ് ഡി NTPC എക്സാംസിനും ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും RRB ഫോളോ ചെയ്യുക എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്, ടെക്നീഷ്യന് ചോദിച്ചിട്ടുള്ള മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് SSC RRB എക്സാം ഓറിയന്റഡ് കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ ഈ സ്റ്റഡി പ്ലാനിൽ ഇതുവരെ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ഐക്കാർഡിൽ കൊടുക്കാം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചെയ്ത ക്ലാസ്സുകളെല്ലാം കിട്ടുന്നതായിരിക്കും. അത് കൂടാണ്ട് തന്നെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ മുന്നേ ചെയ്തതെല്ലാം കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് ഏത് എക്സാമിനാണെങ്കിലും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പം ഒരു എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് അങ്ങനെയല്ല, നമ്മൾ ഏതൊരു എക്സാമിനും നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. കാണുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. First question. A sum of money doubles itself in 12 years at a certain rate of compound interest compounded annually. In how many more years will it become 8 times itself? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരു മെത്തേഡ് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതറിയാത്തവരുണ്ടെങ്കിൽ ഞാനത് ഒന്നുകൂടെ പറയാം. ഇവിടെ എന്താ പറയണത്, 12 വർഷം കൊണ്ട് ഒരു എമൗണ്ട് എന്താവുകയാണ്, 2 ഇരട്ടി ആവുകയാണ് അല്ലെ. ഒരു പ്രത്യേകമായിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആനുവലി കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇരട്ടി ആവും. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കഴിയുമ്പോഴായിരിക്കും അത് 8 തവണയാവുക? എത്ര വർഷം കഴിയുമ്പോൾ എന്ന് ആലോചിക്കണം. ഇൻ ഹൗ മെനി മോർ ഇയേഴ്സ്, അതായത് 12 വർഷം കഴിഞ്ഞപ്പോ ഇരട്ടിയായി. ഇനി ഈ 12 കഴിഞ്ഞ് ഇനി എത്ര വർഷം എടുത്താലാണ് ആദ്യത്തെ ഈ എമൗണ്ട് 8 മടങ്ങ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് 12 വർഷമാണ് അല്ലെ. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ കൊടുക്കാം, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, 12 വർഷമാണ്. സോ അത് അവിടെ ഇട്ടു. എത്ര മടങ്ങാണ് ആവേണ്ടത്, 8 മടങ്ങാണ് അല്ലെ. അപ്പൊ നമ്മൾ 8 എന്ന് കൊടുത്തു. 8 എന്ന് പറഞ്ഞാല് എത്രയാണ്, ഡബിൾ ആവുന്നതാണ് അല്ലെ. 12 വർഷം കൊണ്ട് 2 ഇരട്ടിയാണ് ആവുന്നത്. അപ്പം 2:1 ആണ് ആവുന്നത് 12 വർഷം കൊണ്ട് അല്ലെ. ഇനി 8 ആവണമെങ്കിൽ 8 എത്രയാവണം, 2 ക്യൂബ് ആണ് 8 എന്ന് പറഞ്ഞാല് അല്ലെ. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ സെയിം മെത്തേഡ് ആണ് കേട്ടോ ഫോളോ ചെയ്യേണ്ടത്. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 ക്യൂബ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ക്യൂബ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 12 into 3 എന്ന് ചെയ്യാം. ഓക്കെ, 12 ഈ 1 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 12/1 into 3 എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, 36 എന്ന് കിട്ടും. 36 വർഷം എടുത്തിട്ടാണ് 8 മടങ്ങ് ആവുന്നത്. 36 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്, തുടക്കത്തിൽ നിന്നും 36 വർഷം എടുത്തിട്ട്. പക്ഷെ 12 വർഷം കഴിഞ്ഞിട്ട് എത്ര വർഷമാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 36 - 12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 24 വർഷം. ഇനി 24 വർഷം കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, 8 മടങ്ങ് ആവുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത്, a man invested rupees 65,000 at 7.5% per annum simple interest for 6 years. Find the amount he will receive after 6 years. എന്താണ്, 65,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് 65,000 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7.5 ആണ്, ടൈം പീരീഡ് എത്രയാണ്, 6 വർഷമാണ്. 6 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, PRT/100 ആണ് അല്ലെ.
ടോട്ടൽ എമൗണ്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം PRT ആണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ പറയാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്തിട്ട് സ്പീഡ് ആക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പൊ എന്ത് വരും, 7 into 2 14 plus 5 15 എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ 15 എന്ന് കൊടുക്കാം, into 6 divided by താഴെയുള്ള 2 ഇവിടെ തന്നെ ഇടാം, 2 into 100 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ 2 ഉം ഈ 6 ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 എന്ന് കിട്ടും, ഇവിടെ 0 0 ഈ 0 0 ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് എന്താണ്, 15 into 3 എന്ന് പറഞ്ഞാൽ 45 ആണ്. 650 into 45 ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്, 29,250 രൂപ. 29,250 അല്ലേ ഇത് ചെയ്യുമ്പോൾ കിട്ടുക എന്നൊന്ന് നോക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ട്, കൊണ്ടുപോയി ചാടി കയറി അത് മാർക്ക് ചെയ്ത് വെക്കരുത്. ഇതെന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ടോട്ടൽ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 29,250 പ്ലസ് ആദ്യത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് 65,000 ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ആൻസർ എത്രയാ വരിക, 94,250 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാൻ അറിയണം. കാരണം എന്താണ്, നമ്മളോട് ടോട്ടൽ എമൗണ്ട് ആണ്, അത് എന്തായാലും 65,000-നേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ള ചിന്ത നമുക്ക് ആദ്യം വരണം. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ ഇപ്പൊ രണ്ടെണ്ണം 95 94 തന്നത് കൊണ്ട് നമ്മളൊന്ന് കൺഫ്യൂഷൻ അടിച്ചു. ഇനിയിപ്പോ നമുക്ക് ഒരു എമൗണ്ട് മാത്രമേ 65-നേക്കാൾ കൂടുതലുള്ളൂ, ബാക്കി എല്ലാം 65-നേക്കാൾ കുറവാണെങ്കിൽ അവിടെ കാൽക്കുലേഷന്റെ പോലും ആവശ്യം വരണില്ല. ആ ഒരെണ്ണത്തിനെ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ആൻസർ അവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ, എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. At simple interest, a certain sum of money amounts to rupees 1,250 in 2 years and rupees 2,000 in 5 years. Find the annual rate of interest. എന്താ പറഞ്ഞിരിക്കുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് 2 വർഷത്തിൽ എത്രയാവും, 1,250 ആവും. 5 വർഷം കഴിയുമ്പോൾ അത് എന്താവും, 2,000 രൂപയാവും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് 2 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ടും അറിയാം, 5 വർഷം കഴിഞ്ഞുള്ളതും അറിയാം. അപ്പൊ ഈ 2,000 മൈനസ് 1,250 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 750 ആണ്. ഇത് എത്ര വർഷത്തെയാണ്, 3 വർഷത്തെയാണ് അല്ലെ, 3 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ഈ 3 വർഷം കൊണ്ട് 2 കഴിഞ്ഞിട്ടുള്ള 5 വരെയുള്ള ആ 3 വർഷത്തിൽ ഏൺ ചെയ്ത ഇൻട്രസ്റ്റ് മാത്രമാണ് 750 എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നമുക്ക് 750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 750 divided by 3 എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേത് 250 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യണം, 2 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. പ്രിൻസിപ്പൽ പ്ലസ് 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്, 1,250. അപ്പൊ 1,250 എന്ന് പറഞ്ഞാല് P plus 500 അല്ലെ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് എത്ര കിട്ടും, 1,250 മൈനസ് 500 എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, 750 rupees ആണ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വർഷത്തേത് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്, എന്ത്, നമ്മൾ മാക്സിമം സ്പീഡ് കൂട്ടി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമ്മളോട് റേറ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. 750 into R into ഒരു വർഷത്തേക്കുള്ളത് 1 divided by 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ വരുന്നത്, 250 ആണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണത് അല്ലെ. അപ്പം ഇനി ഇതിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, R ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കൊണ്ടുപോകുമ്പോൾ R is equal to 250 into 100 divided by 750 എന്ന് കിട്ടും അല്ലെ. ഈ 0 0 ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 100 divided by 3 എന്ന് പറഞ്ഞാല്
നമുക്ക് ഒരു പെക്യൂലിയാരിറ്റി ഉണ്ട് അല്ലെ. 100 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 33.33% എന്നാണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ നമ്പറിന്റെ സ്പെഷ്യാലിറ്റി ആണ് അത് അല്ലെ. 33.33 എന്ന് പറഞ്ഞ് കിട്ടുന്നത് എന്താണ്? ആ നമ്പറിന്റെ സ്പെഷ്യാലിറ്റി ആണ്. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പം 33.33 എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അതാണ് റേറ്റ് പെർ ആനം വരുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്തത്, എന്താ ചെയ്തത് എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, a sum of money lent at simple interest ഒരു സെക്കൻഡ് a sum of money lent at simple interest amounts to 8/5 of itself in 4 years. Find the annual rate of interest. എന്താണ്? നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ കൊടുത്ത ഒരു എമൗണ്ട് 4 വർഷം കൊണ്ട് എത്രയായിട്ട് മാറുകയാണ്? 8/5 ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ ആനുവൽ റേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 8/5 ആവുന്നുണ്ട് അല്ലെ. അതായത് 8/5 ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് എത്ര വർഷം കഴിയുമ്പോൾ ആവുന്നത്? 4 വർഷം കഴിയുമ്പോൾ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 8/5 ആണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ആ 8/5 P മൈനസ് P ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? ഇവിടെ 8/5 P മൈനസ് P എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3/5 P എന്നാണ് കിട്ടുക അല്ലെ. 8 എന്താണ്? 8/5 നിന്നും ഒരു P ന് നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പം എന്ത് കിട്ടും? ദാ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. -1 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ 5 എന്ന് കിട്ടും. 8 - 5 3 ആണ്. 3/5 എന്ന് കിട്ടും. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 3/5 P. ഓക്കെ, അപ്പൊ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടി? 3/5 ഓഫ് പ്രിൻസിപ്പിൾ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം അല്ലെ. എന്താണ് ഇക്വേഷൻ? എങ്ങനെയാ വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് 3/5 P എന്ന് കൊടുക്കുക, പ്രിൻസിപ്പിൾ P ആയിട്ട് തന്നെ കൊടുക്കുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6, 4 വർഷത്തേക്ക് വരുന്നത് എത്രയാണെന്ന് നമുക്ക് ഇതുവഴി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 6 ഇവിടെ നിർത്തുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? 6 ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3/5 P. ആ 5 നെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. എന്ത് ചെയ്യാം? ഇൻറ്റു 3P ഇൻറ്റു 100, 5 ഇൻറ്റു P ഇൻറ്റു 4 എന്ന് വരും അല്ലെ. ഈ P ക്യാൻസൽ ആവും. ഇവിടെ നമുക്ക് 25 എന്ന് കിട്ടും. ഈ 5ഉം 25ഉം കൂടെ ക്യാൻസൽ ആയിട്ട് 5, 3 ഇൻറ്റു 5 6 എത്രയാണ്? 15% എന്നാണ് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഈ ഒരു മെത്തേഡ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, അടുത്തത്, റോഡ്നി ഇൻവെസ്റ്റ് ₹15,000 at 8% annual compounded interest, compounded semi-annually for 1 year. What is the amount he receives? അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് 15,000 തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% തന്നിട്ടുണ്ട്. ടൈം പീരീഡ് 1 ആണ്. സെമി ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ നമ്മൾ ടൈം പീരീഡ് അല്ല, N ആണ് നോക്കുക. സെമി ആനുവലി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വർഷം 2 തവണ അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? ഒരു വർഷം കഴിയുമ്പോൾ എത്ര എമൗണ്ട് ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ N 2 ആയിട്ട് എടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ എമൗണ്ട് കാണാൻ പറ്റും അല്ലെ. എങ്ങനെ കാണാൻ പറ്റും? എങ്ങനെയാ കാണാൻ പറ്റുന്നത്? നമുക്ക് 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആനുവൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പകുതി ഒരു അര വർഷത്തേക്ക് എത്രയായിരിക്കും? 4% ആയിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ പ്രിൻസിപ്പിൾ ഇൻറ്റു 1 പ്ലസ് R/100 റൈസ് ടു N ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യും? 15,000 1 പ്ലസ് 4/100 റൈസ് ടു 2. 4/100 എന്ന് പറഞ്ഞാൽ ഇവിടെ 1/25 എന്ന് വരും. 26 എന്ന് വരും അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 15,000 ഇൻറ്റു 26/25 ഇൻറ്റു 26/25 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി
ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ 25 150 എത്ര ടൈംസ് പോകും, 100 4 ടൈംസ്, 50 എത്ര ടൈംസ് പോകും, 50 2 ടൈംസ്, അപ്പൊ ടോട്ടൽ 6 ടൈംസ് പോകും. 600 ആണ് നമ്മൾക്ക് അവിടെ കിട്ടും. ഇനി ഈ 25 600 എത്ര ടൈംസ് പോകും, 600 100 4 പ്രാവശ്യമാണ്, അങ്ങനെയാണെങ്കിൽ 6 എത്ര പ്രാവശ്യം പോകും, 24 ടൈംസ് ആണ് പോവുക അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 26 into 26 into 24 ചെയ്ത് നോക്കണം അല്ലെ. 26 into 26 എത്രയാണ്, 26 into 26 676 ആണ്. into 24 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16,224 16,224 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 4 വർഷം കഴിയുമ്പോൾ, സോറി 1 വർഷം കഴിയുമ്പോൾ സെമി ആനുവലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയറിങ്ങിന്റെ കുറച്ച് ടെക്നിക്കുകൾ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അന്ന് കുറെ പേർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ഈ സ്ക്വയറിംഗ് ഒക്കെ എന്തിനാ ഇപ്പൊ പഠിക്കണത് എന്ന്, ഡയറക്റ്റ് ആയിട്ട് സ്ക്വയർ ചെയ്താൽ പോരെന്ന്. ഇവിടെയാണ് ആ സ്ക്വയറിങ്ങിന്റെ ഒക്കെ നമുക്ക് യൂസേജ് മനസ്സിലാവുന്നത്. ഇപ്പൊ 26ന്റെ സ്ക്വയർ എല്ലാവർക്കും ഓർത്ത് വെക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, 26 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്, ബാലൻസ് 3 ആണ്, 2 into 6 12, 12 into 2 24, 24 plus 3 എന്താണ് 27 ആണ്, ബാലൻസ് 7, 2 2ന്റെ സ്ക്വയർ 4, 4 plus 2 എന്താണ് 6 ആണ്, 676 എന്ന് നമുക്ക് സ്ക്വയർ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ സ്ക്വയറിങ്ങിന്റെ കാര്യം അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ സ്ക്വയറിംഗ് ടെക്നിക്കുകൾ ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the simple interest on a sum of money at 8% per annum is rupees 2000 in 2 years, then find the compound interest on the same sum at the same rate for the same period in case of annual compounding. എന്താണ് പറയുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. 8% സിമ്പിൾ ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് 2000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സെയിം എമൗണ്ട് സെയിം റേറ്റിൽ സെയിം പീരീഡിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ ആദ്യം അതിന്റെ എന്ത് കണ്ടുപിടിക്കണം, പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് is equal to principal into rate of interest into time period divided by 100 എന്നുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ P കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, 2000 into 100 divided by 8 into 2 എന്ന് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 1000 എന്ന് വരും അല്ലെ. ഈ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 എന്ന് വരും, ഇവിടെ 50 എന്ന് വരും അല്ലെ. ദെൻ ഈ 4 നമ്മൾ 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1000 250 വരും അല്ലെ. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 250 എന്നാണ് വരുന്നത്. ഓക്കെ, 250. അപ്പൊ എന്താണ് 25 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക, 25 into 5 125 ആണ്. 2 സീറോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 12,500 രൂപയാണ് എന്ത് വരുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം അല്ലെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എമൗണ്ട് കണ്ടുപിടിക്കണം മൈനസ് പ്രിൻസിപ്പൾ ചെയ്യണം. എമൗണ്ട് കണ്ടുപിടിക്കാൻ 12,000, ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്യണുള്ളൂ കേട്ടോ. 12,500 പ്ലസ് 1 പ്ലസ് എന്താണ്, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ആനുവൽ കോമ്പൗണ്ടിങ് ആണ്. അപ്പം 8/100 എന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര വർഷത്തേക്കാണ്, 2 വർഷത്തേക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 എന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 12,500 into 108/100 into 108/100 എന്ന് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഈ 100 ക്യാൻസൽ ചെയ്യാം. 25 വെച്ച് 125 ചെയ്യുമ്പോൾ ഇവിടെ 5 എന്നും ഇവിടെ 4 എന്നും വരും. ഈ 4 വെച്ച് നമുക്ക് ഇതിനെ മാറ്റുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും, 108 4 എത്ര ടൈംസ് പോവും എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ. 108
4ൽ എത്ര ടൈംസ് പോവും? 27 ടൈംസ് പോവും. സോ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 5 into 108 into 27 ആണ്. ഓക്കെ, 5 into 108 എന്ന് പറഞ്ഞാൽ നമുക്ക് 514 കിട്ടും. into 27 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നത്? 14,580 രൂപയാണ് 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ട് കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. എന്ത് ചെയ്താൽ മതി? ഈ 14,580 മൈനസ് 12,500 ചെയ്താൽ മതി അല്ലെ? അപ്പൊ എന്ത് കിട്ടും? 0.8. ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി 2080. ഓക്കെ, 2080 ആണ് എന്ത് വരുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ വരണ ആൻസർ എന്ന് പറഞ്ഞാല്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? എന്താ ചെയ്തത് എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം സ്കിപ്പ് ചെയ്ത് സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്ത് ചെയ്യുക കേട്ടോ. ഞാനിപ്പോ ഇവിടെ സ്റ്റെപ്പുകളെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ഞാൻ എല്ലാ സ്റ്റെപ്പുകളും ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് 2 banks A and B offered loans at 5.5% and 6.5% per annum respectively. രണ്ട് ബാങ്കുകൾ ലോണ് ഒരാള് 5.5%, ഒരാൾ 6.5% ഓഫർ ചെയ്തിട്ടുണ്ട്. രമേശ് എന്ത് ചെയ്യാണ്? 3 ലക്ഷം ഓരോ രണ്ട് ബാങ്കിൽ നിന്നും 3 lakhs വെച്ച് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ രമേശ് രണ്ടിടത്തും കൊടുക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും തമ്മിൽ മൈനസ് ചെയ്യണം അല്ലെ? ആദ്യം ഏതാ ചെയ്യേണ്ടത്? 6.5 ആയിരിക്കും അല്ലെ? കൂടുതൽ വരുന്നത് 6.5 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 lakh അല്ലെ? 3 lakh into rate of interest. ആദ്യത്തേത് 6.5ന്റെ നോക്കാം. 6.5 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ 6.5നെ എങ്ങനെ എഴുതാം? 6.5 എന്ന് പറഞ്ഞാൽ 6/1/2 ആണ്. നമുക്ക് അതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 13/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടെ എന്താണ് ഈ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കും. 13 into 2 divided by ഈ 2നെ നമുക്ക് ഇവിടെ എഴുതിയിട്ട് 2 into 100 മൈനസ് അടുത്ത ബാങ്കിന്റെ ഇത് നോക്കാം. എത്രയാണ്? 3 lakh എത്ര വരും? അവിടെ എന്താണ്? 5.5 ആണ്. 5.5 ആണ്. 5.5 എന്ന് പറയുമ്പോൾ 10, 11 ആണ് അല്ലെ? 11 into 2 divided by 2 into 100 എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഇവിടെ 100 0 പോകും. ഈ 2 ക്യാൻസൽ ആവും. then നമുക്ക് എന്ത് ചെയ്താൽ മതി? 13 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9, 39 ആണ്. അപ്പൊ ആദ്യത്തെ ബാങ്കിൽ എത്ര രൂപയാണ് നമുക്ക് വരുന്നത്? 39,000 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ബാങ്കിൽ നോക്കുകയാണെങ്കിൽ 2 ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്തു. എത്ര വരും? 33,000 ആണ് രണ്ടാമത്തെ ബാങ്കിൽ വരുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6,000 രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ അവർ തമ്മിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എ സം ഓഫ് മണി വിൽ ഡബിൾ ഇറ്റ്സെൽഫ് ഇൻ 16 years? ഏത് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഒരു സമ്മ് ഡബിൾ ആവുന്നത്? 16 വർഷം കഴിയുമ്പോൾ ഡബിൾ ആവുന്നത് ഏത് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളോട് എന്താ പറയണത്? SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ആവുന്നത് എത്ര വർഷം കഴിയുമ്പോഴാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന് പകരം P എന്ന് തന്നെ കൊടുക്കും. P is equal to P into R into 16 divided by 100. കാരണം എന്താണ്? ഡബിൾ ആവുക എന്ന് പറയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആ സെയിം പ്രിൻസിപ്പൽ എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുമ്പോഴാണ് അത് ഡബിൾ ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അവിടെ P എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് കണ്ടുപിടിക്കാം അല്ലെ? R is equal to എങ്ങനെ വരും? R അവിടെ നിർത്തിയിട്ട് ഇവിടെ P into 100 divided by P into 16 എന്ന് വരും അല്ലെ? അപ്പൊ ഇവിടെ PP ക്യാൻസൽ ആയി. 100/16 എന്ന് പറയുമ്പോൾ നമുക്ക് 6.25% എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഏത് റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് 100/T എന്നുള്ള ഇക്വേഷൻ ചെയ്താൽ മതി കേട്ടോ. 100/T, 100 എത്ര വർഷമാണോ ചോദിച്ചിരിക്കുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത്
Pratnya invested rupees 2 lakh in the name of her 16-year-old daughter in a scheme that offers compound interest at 8% per annum compounded annually. What will be the total amount her daughter will receive when she turns 18? എന്താണ് 16 വയസ്സുള്ള മകളുടെ പേരിൽ 2 ലക്ഷത്തിന്റെ ഒരു സ്കീം ചേർന്നു. അത് എന്ത് ചെയ്യുന്നുണ്ട് 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ആനം ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 18 വയസ്സാവുമ്പോൾ എത്ര രൂപ കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൾ 2 lakh ആണ്. എത്രയാണ് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 years ആണ്. 16 മുതൽ 18 വരെ 2 years ആണ്. കോമ്പൗണ്ടഡ് ആനുവലി ആയതുകൊണ്ട് എന്താണ് n2 ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം, 8 ആയിട്ട് തന്നെ എടുക്കാം. ഇനി ആ എമൗണ്ട് എത്രയാണെന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം 2 lakh. ഓക്കെ 2 lakh into 1 plus 8/100 raised to 2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു 2 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ into 108/100 into 108/100 എന്ന് നമുക്ക് ചെയ്യാം. ഇവിടെ 0 ഈ 0 കൂടെ ക്യാൻസൽ ചെയ്യാണ്. ഇനി നമുക്ക് 108 into 108 into 20 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2,33,280 എന്നുള്ള എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇത് തന്നെ അല്ലേ കിട്ടുന്നത് എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്ത് പറയുക. ഓക്കെ ക്ലിയർ അല്ലേ? അടുത്തത് how much time will it take for rupees 1,500 to become rupees rupees 1,500 to become rupees 2,040 at 6% annual simple interest. 1,500 രൂപ 2,040 രൂപയാവാൻ എത്ര സമയം എടുക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് 1,500 തന്നിട്ടുണ്ട്, ഫൈനൽ എമൗണ്ട് 2,040 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ചെയ്താൽ പോരെ. 2,040 മൈനസ് 1,500 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് 540 രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് എത്ര വർഷം എടുക്കും എന്നാണ്. അപ്പൊ നമ്മൾ 540 ഈക്വൽ ടു പി ഇൻറ്റു പി എത്രയാണ് നമുക്ക് 1,500 എന്ന് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 എന്ന് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ 100 ഇവിടെ 0 ക്യാൻസൽ ചെയ്യാം. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 540 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 6 എന്ന് കിട്ടും. 6 എത്രയാണ് 54 6 എത്ര തവണ പോകും? 6 പോകുന്നത് 9 ടൈംസ് ആണ് അല്ലെ. ഇനി 15 90 എത്ര ടൈംസ് ആ പോവുക? 4 ടൈംസ് അല്ല സോറി എത്ര ടൈംസ് ആണ് പോവുക? ഞാൻ ചെയ്തത് കറക്റ്റ് അല്ലേ? ആണല്ലോ 60 ഓക്കെ 90 എന്ന് വരും. 15 30 ആവാനായിട്ട് 15 30 ആവാൻ 2 ആണ്. അങ്ങനെയാണെങ്കിൽ 90 ആവാൻ 6 years. ഓക്കെ 6 വർഷം എടുത്തിട്ടാണ് എന്താവുന്നത് ഈ ഒരു എമൗണ്ട് 2,040 രൂപയാവാനായിട്ട് 6 വർഷമാണ് എടുക്കുന്നത്. ഓക്കെ ക്ലിയർ അല്ലേ? ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the simple interest on rupees 800 in 9 months at 7% per month interest rate. നമ്മളോട് പെർ മന്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി 800 ഇൻറ്റു എന്താണ് 7 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഇല്ല. 0 7 9s are 63 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 504 504 രൂപയാണ് പെർ മന്ത് ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ 9 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ RRB എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. എന്തിൽ നിന്ന്? സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പാറ്റേൺ ഇനിയും ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇതിന്റെ ഇനി കുറച്ച് സെറ്റും കൂടെ ഉണ്ട്, ഞാൻ എല്ലാം കൂടെ ക്ലാസ് ആയിട്ട് കൊണ്ട് തരാതിരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്
PDF രൂപത്തിൽ കമന്റിൽ പിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ അത് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലേക്ക് ഒന്ന് പോയി നോക്കുക. യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. നമുക്ക് അടുത്ത RRB എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.